തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ട് ആകെ 40 കിലോമീറ്റർ. ഒരു മാസത്തിനെങ്കിൽ നല്ല അടിപൊളി റബ്ബറൈസ് നല്ല വീതിയിൽ ചെയ്യാൻ പറ്റും. ഇത്ര അപകടങ്ങളൊന്നും കൂടി ഉണ്ടാവില്ലായിരുന്നു. ഈ സിമെൻറ്റ് ചെയ്തു, 2 സൈഡിൽ ടൈലും ചെയ്തു. ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്കാണ് ഗുണം? ഒന്ന് പറഞ്ഞു തരാൻ പറ്റും. വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണോ? അതോ ബൈക്കും കാറിനും വേണ്ടിയിട്ടാണോ? അതോ നടന്നുപോർക്ക് വേണ്ടിയിട്ടാണോ? അത് അധികാരികൾക്ക് വേണ്ടിയിട്ടാണോ? അത് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ? ഇവിടെ നോക്കിയാലും 2 സൈഡിലും ഇതുപോലെ പാർക്കിങ്ങും കാര്യങ്ങളും ഈ 2 സൈഡിലും ടൈല് വിരിച്ചേക്കണത് പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്നാണ് ജനങ്ങളുടെ വിചാരം. ഒരു സൈക്കിളോ ബൈക്കോ താഴേക്ക് പോലും ഇറക്കില്ല. 2 വലിയ വാഹനങ്ങൾക്ക് കറക്റ്റ് പോകാനുള്ള റോഡേ ഇതുള്ളൂ. പിന്നെ എങ്ങനെ അപകടം ഇല്ലാണ്ടിരിക്കും ചേട്ടന്മാർ? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയും. ഇനി ഒരു ദിവസം കാണുന്ന നാട്ടുകാരൻ പറയണമെന്ന് കേട്ടു നോക്ക്. ഈ ബൈക്കാരൊക്കെ ഏത് റൂട്ടിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണതും ഏത് സൈഡിൽ കൂടി അവർ പോണ്? ഒരു സൈഡ് പിടിച്ചാണോ പോണ്, അല്ലെങ്കിൽ സെൻറ്റർ പിടിച്ചാണോ പോണ്? ഒന്ന് നോക്കി നോക്കിയേ അവർ പോണ പോക്ക്. റോഡ് വിട്ടിട്ട് എത്ര ഗ്യാപ്പിലാണ് അവർ പോണത്? കാറായാലും ബൈക്കായാലും നിങ്ങൾ നോക്കി നോക്കിയേക്കിയ പോണ പോക്ക്. എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രം ബസ്സുകാരൻ മെക്കട്ടിക്കും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ബൈക്കുകളെ പോക്ക് നോക്കിയേ. ഇത് പതുക്കെയാണോ പോണത്? 20 കിലോമീറ്റർ സ്പീഡിലാണ് പോണത് ആണോ? ഒരു ബൈക്ക് പോണ പോക്ക് നോക്കിയേ. ബൈക്കുകാർ പറഞ്ഞ വരവ് നോക്കിയേ. ഏതിൽ പോണു ബൈക്ക്? സെൻറ്ററിൽ കൂടെയാണോ പോണു നോക്കിയേ. ഇതൊക്കെ എന്താ? ഇതിനൊക്കെ എന്തിനാ മറുപടി പറയാ? ഇതൊക്കെ പറഞ്ഞാലും ശരി, 30 ദിവസം കൊണ്ട് കഴിയേണ്ട പണി 5 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഈ റൂട്ടിലുള്ള നാട്ടുകാർ ഒന്നോറും പറഞ്ഞില്ലെന്ന് അറിയാം. സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം ഇതൊക്കെ ആര് കാണാൻ? എത്രയോ അപകടങ്ങൾ. നല്ല വീതിയുള്ള റബ്ബറൈസ് ആണെങ്കിൽ ഇത്ര അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. വലിയ വാഹനങ്ങൾ കറക്റ്റ് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇത്രമാത്രം വാഹനങ്ങളും. പിന്നെ എങ്ങനെയാണ് പറയ്?